അപ്പോൾ ഗൈസ് നമ്മൾ ദുബായ് ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയ ഫുൾ വീഡിയോ ആണ് കേട്ടോ. ഫുള്ളൊന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കും എന്തായാലും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്ലവേഴ്സ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫ്ലവർ ഇപ്രാവശ്യം ഒന്നും കൂടി സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും. പിന്നെ അത് അങ്ങനെ തന്നെയാണ്. യു എയിൽ ഗ്ലോബൽ വില്ലേജ് വരുമ്പോൾ ഒന്നും കൂടി സ്പെഷ്യൽ ആക്കുമ്പോഴാണല്ലോ ഒന്നാമത് ഓരോ ഇയറും വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ അവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഫ്ലവർ ഇങ്ങനെ കിടന്ന് കറങ്ങണതും ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാട്ടോ പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം അവിടെ കാണാൻ ഇഷ്ടപ്പെട്ടു. ഞാനതൊരു റീല് മുന്നേ ഇട്ടിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാനും മോളൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഓരോ പൗലനിലും കയറിയിട്ട് നമുക്ക് സൈൻ ചെയ്ത് പിന്നീട് നമുക്ക് സൂക്ഷിക്കാമല്ലോ. പിന്നെ നമ്മളെ കെട്ടിയോന് നമ്മളെ ജാസി എന്നോട് അറിഞ്ഞ് നമുക്കൊരു വീഡിയോ എടുത്ത് തരുമെന്ന് വെച്ചാൽ അപ്പോൾ മുമ്പൊരാളത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഈ ഒരു സംഭവം ഈ വീഡിയോയിൽ കണക്കോളം കൂടുതൽ നല്ല അടിപൊളി വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറേ അറബികളുടെ ഡാൻസും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. യു വിസിറ്റിംഗ് വന്നവർ എന്തായാലും ഗ്ലോബൽ വില്ലേജ് അതേപോലെ മിറാക്കിൾ ഗാർഡൻ അതൊക്കെ കണ്ടിട്ട് എന്തായാലും പോവാതിരിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ സൗദി പൗലനാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടു നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് എൻ്റെ മോള് കിടന്ന് കരഞ്ഞിട്ട് ഇതിന് എത്രയെന്ന് പറയുക ഗേസ് 15 ദിർഹംസാണ്. വെറുതെ എന്തിനാ 15 അല്ല 30 ദിർഹംസ് എന്തിനാ വെറുതെ ക്യാഷ് ചിലക്കണം. പിന്നെ ഈ ഒരു മനുഷ്യൻ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനൊക്കെ നിന്നു കേട്ടോ. അവിടെ നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഫുഡ് കോർട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഇതിന് നമ്മളെ മോളെ മൂടൊക്കെ മാറിയിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കണ്ടു. നമ്മൾ ഏറെ ഏതൊരു പൗലനൊക്കെയാണ്. കുറച്ച് പൗലൻസിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ നടക്കാൻ പറ്റില്ല. നല്ല കാലുവേദനയാണ് സത്യത്തിൽ. അവിടെ പോയി അവിടെ ഇങ്ങനെ ആ ഇടയിൽ നടക്കുന്നത് രസമാണ്. പിന്നെ അന്ന് പ്രോഗ്രാംസ് 10 മണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ മോൾക്ക് കരച്ചിൽ തുടങ്ങിയപ്പോൾ നമ്മൾ പോകുന്നിട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. മക്കളേന്ന് ഐസ്ക്രീം അമ്മക്കും ഇടയിൽ കൂടെ തരുന്നുണ്ട് ആള്. കുട്ടികളെന്തായാലും നമുക്ക് തരുമല്ലോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ. ഇതാണ് ഈ യമൻ പൗലൻ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല വാട്ടർ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ കുറച്ച് രസമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് റെക്കോർഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാന്നുള്ളൊരു അറിയില്ല ഗൈസ്. അതാണ് കൂടുതൽ വീഡിയോ ഇടാൻ തന്നെ മടി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ബേബി ഇത് ഇപ്പം നല്ല ഹാപ്പിയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ്. കാരണം കൂടുതലായിട്ട് കുട്ടികളെ ഒരു സ്ഥലത്ത് കെട്ടിയിടണം അവർക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ UAE പൗലൻ. അവിടെ നമ്മൾ കയറിയിരുന്നത്. നമുക്ക് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ UAE നിൽക്കുമ്പോൾ. അല്ല അടിപൊളിയായിരുന്നു അതും. പിന്നെ അറബിയുള്ള ഡാൻസും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സംഭവം